സാറേ, നമ്മൾ കഥയമമ്മയിൽ കൂടുതലായും ആത്മീയ കാര്യങ്ങളൊക്കെയല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മൊസാദിൻ്റെ ഒരു കഥയൊക്കെ പറയാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പുതിയ എന്തെങ്കിലും നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവച്ചൂടെ? അങ്ങനെ ഒരു കഥ നമുക്ക് സിറിയയിൽ മൊസാദ് ഈ സിറിയൻ രാഷ്ട്രീയത്തിനെ ആകെ അട്ടിമറിക്കാൻ വേണ്ടി അയച്ച എലി കോഹൻ എന്ന് പറഞ്ഞ ചാരനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അപ്പോൾ 1962, 1965 ആ കാലഘട്ടത്തിലാണ് എലി കോഹൻ അവിടെ ഉണ്ടായിരുന്നത്. 60കളിൽ ഇസ്രയേലിന് വലിയ ഭീഷണിയാണ് സിറിയയിൽ നിന്ന് നേരിട്ട് കൊണ്ടിരുന്നത്. ഇപ്പോൾ ലെബനനിൽ നിന്ന്, ഹമാസിൽ നിന്ന്, ഇറാനിൽ നിന്ന്, ഹൂത്തികളിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞ പോലെ 60കളിൽ വലിയ ഭീഷണി സിറിയയിൽ നിന്നായിരുന്നു. സിറിയ ആകട്ടെ ഈ ഇസ്രയേലിൻ്റെ വടക്കൻ അതിർത്തിയുമാണ്. വടക്ക് ഭാഗത്തെ അയൽക്കാരനാണ് സിറിയ, ഒരു ഭീകര അയൽക്കാരൻ. അക്കാലത്ത് ഗോലാൻ കുന്നുകളിൽ സിറിയ പീരങ്കികളൊക്കെ സ്ഥാപിച്ചിരുന്നു. അത് ഇസ്രയേലിൻ്റെ വടക്ക് ഭാഗത്തെ ജനങ്ങളെയൊക്കെ വല്ലാതെ പേടിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ബാക്കിയുള്ള അറബ് അയൽക്കാർ സ്വാഭാവികമായിട്ടും സിറിയയുടെ കൂട്ടത്തിലാണ്. ഈ ജൂതരാഷ്ട്രം ഇതുമാത്രമാണല്ലോ അവിടെ. പിന്നെ ഉണ്ടായിരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇസ്ലാം അല്ലാത്തൊരു രാജ്യം ലെബനനായിരുന്നു. അത് ക്രിസ്ത്യാനികളുടെ സ്ഥലമായിരുന്നു. അതും പിന്നീട് ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ സിറിയയിൽ ഈ സാഹചര്യത്തിൽ സിറിയയിൽ അത്യാവശ്യം അട്ടിമറിയൊക്കെ നടത്താൻ കെൽപ്പുള്ള ഒരു ചാരനെ വേണം എന്ന് ഇസ്രയേൽ തീരുമാനിച്ചു. പക്ഷേ ആര്? പല അപേക്ഷകളൊക്കെ കിട്ടി. അത് ഇതിൻ്റെ ചീഫ് നോക്കി, പക്ഷേ ഒന്നും ശരിയാവുന്നൊന്നും മനസ്സിലായില്ല. അങ്ങനെ ഈ എലി കോഹൻ എന്ന് പറഞ്ഞ ഒരു അപേക്ഷയിൽ വീണ്ടും എടുത്ത് നോക്കി. ഇയാൾ പറ്റുമായിരിക്കുമെന്ന് മൊസാദിൻ്റെ മേധാവിക്ക് തോന്നി. അപ്പോൾ എലി കോഹൻ പക്ഷേ ഇതിനു മുമ്പ് മൊസാദിൽ ചേരാൻ 2 തവണ താല്പര്യപ്പെട്ടിട്ട് മൊസാദ് നിരസിച്ചതായിരുന്നു. അങ്ങനെയാണ് അപേക്ഷ മൊസാദിൻ്റെ ഫയലുകളിൽ ഉണ്ടായിരുന്നത്. എലി കോഹൻ ജനിച്ചത് ഈജിപ്തിലാണ്. ജൂത കുടുംബമായിരുന്നു. അദ്ദേഹം ജൂത ആക്ടിവിസ്റ്റും ഒക്കെ ആയിരുന്നു അവിടെ. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഈജിപ്തിൽ നിന്ന് 1957 എലി കോഹനെ ഈജിപ്ത് പുറത്താക്കി. അവിടെ ഒരു ജൂത ആക്ടിവിസ്റ്റിന് ആവശ്യമില്ല. 2 തവണ നേരത്തെ പറഞ്ഞ പോലെ മൊസാദിൽ ചേരാൻ നോക്കി. 1957 ഇസ്രയേൽ അങ്ങേരെ IDF എടുത്തിരുന്നു. ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിൽ, പട്ടാളത്തിലെടുത്തിരുന്നു. മൊസാദ് ആ സമയത്ത് എടുത്തില്ല. മൊസാദ് റിജക്റ്റ് ചെയ്തു. 1960 പിന്നീട് മൊസാദ് ഈ സിറിയയിലെ ആവശ്യത്തിന് വേണ്ടി എടുത്തത്. അതിനു മുമ്പ് മൊസാദ് നിരസിച്ചപ്പോൾ അങ്ങേരെ അവിടെ പോയിട്ട് ഇൻഷുറൻസിൽ ക്ലർക്കായിട്ട് ജോലി ചെയ്തു കുറച്ച് കാലം. അത് കഴിഞ്ഞാണ് വിളിച്ച് ഇനി പരിശീലനത്തിന് പോകാം എന്ന് പറഞ്ഞ് 6 മാസത്തെ പരിശീലനമായിരുന്നു. എലി കോഹന് പുതിയൊരു പേര് കൊടുത്തു. കമാൽ അമീൻ ടാബറ്റ് എന്നായിരുന്നു പേര്. ആ പേരിലാണ് പിന്നെ സിറിയയിലുമൊക്കെ ജീവിച്ചത്. അല്ലാതെ എലി കോഹൻ എന്നുള്ള പേരിലല്ല, കമാൽ അബിൻ ടാബറ്റ്. എന്നിട്ട് പരിശീലനത്തിന് വേണ്ടി അർജൻറ്റീനയിലേക്ക് അയച്ചു. അർജൻറ്റീനയിൽ സിറിയയിൽ നിന്നുള്ള വലിയ വ്യവസായിയാണ് എന്ന് അഭിനയിച്ച് ജീവിക്കണം. കാശ് എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേൽ കൊടുത്തോളും. അപ്പോൾ അങ്ങേരെ അർജൻറ്റീനയിൽ 1961 പോയി. സിറിയൻ മാതാപിതാക്കളുടെ മകനാണ്, വലിയ ബിസിനസ്സുകാരനാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ പാർട്ടികളൊക്കെ നടത്തുമായിരുന്നു ആ കാലത്ത് വീട്ടിൽ. പാർട്ടികളിൽ എല്ലാത്തരം ആളുകളുണ്ടാവും. രാഷ്ട്രീയക്കാർ, നയതന്ത്രജ്ഞർ, ബിസിനസ്സുകാർ ഒക്കെ ഉണ്ടാവും. പക്ഷെ പാർട്ടിയിൽ ഇയാൾ മറ്റുള്ളവരെ ചാക്കിലാക്കാൻ വിരുദ്ധുള്ള ചില പെണ്ണുങ്ങളെയും ഒക്കെ കൂട്ടുമായിരുന്നു. അപ്പോൾ പിന്നെ ഒരുപാട് മദ്യപിച്ചതായിട്ട് ഭാവിക്കുകയും ചെയ്യും. ഈ മദ്യപിച്ചതായിട്ട് ഭാവിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് മറ്റേ ആളിൽ നിന്ന് വിവരങ്ങളൊക്കെ, നന്നായി മദ്യപിച്ച ആളിൽ നിന്ന് കുറേ വിവരങ്ങൾ ചോർത്തുന്നത്. ഇയാൾ മദ്യപിച്ചതായിട്ടൊക്കെ ഭാവിച്ചിരിക്കും. അങ്ങനെ സിറിയൻ കുടിയേറ്റക്കാർക്കിടയിൽ അർജൻറ്റീനയിൽ
സിറിയയിൽ നിന്ന് പോയ കുറേ കുടിയേറ്റക്കാരുണ്ട്. ആ കുടിയേറ്റക്കാർക്കിടയിൽ എലി കോഹൻ, അതായത് കമാൽ അമീൻ താബറ്റ് വലിയ താരമായി. പട്ടാളക്കാരും സുഹൃത്തുക്കളായി അദ്ദേഹത്തിൻ്റെ. ഒരു സുഹൃത്ത് മറ്റേ സിറിയൻ പട്ടാള അറ്റാഷെ, അവിടെ സിറിയയുടെ എംബസിയിലെ അറ്റാഷെ, പട്ടാള അറ്റാഷെ ആയിരുന്നു ഒരു സുഹൃത്ത്. ആ അറ്റാഷെ പിൽക്കാലത്ത് സിറിയയുടെ പ്രസിഡൻ്റായി. അന്ന് അവിടെ വെച്ച് കൂട്ടിമുട്ടിയ ആൾ. ആ പ്രസിഡൻറ്റ് അമിൻ അൽ ഹാഫിസ് 1963 1966 പ്രസിഡൻ്റായിരുന്ന അമിൻ അൽ ഹാഫിസിനെ അന്ന് അർജൻറ്റീനയിൽ വെച്ച് സുഹൃത്താക്കിയിരുന്നു, വലിയ അടുപ്പം ഉണ്ടാക്കിയിരുന്നു. 1963 ഈ സിറിയയിലെ ബാത്ത് പാർട്ടി ഉണ്ടാകുന്നത്. അപ്പോൾ ബാത്ത് പാർട്ടിക്ക് എത്ര വേണമെങ്കിലും പണം കൊടുക്കാം എന്ന് എലി കോഹൻ അർജൻറ്റീനയിൽ വെച്ച് തന്നെ സമ്മതിച്ചിരുന്നു. എത്ര വേണമെങ്കിലും കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. 1962 മുതൽ ബാത്ത് പാർട്ടിയുടെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ പാർട്ടി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ കോഹൻ സിറിയയിലേക്ക് പോയി. സിറിയയിൽ ആ സിറിയൻ സമൂഹത്തിൽ ഇയാൾ വലിയ താരമായി. കാരണം പാർട്ടികൾ നടത്തുന്നു, ഇഷ്ടംപോലെ പൈസ ഉണ്ട്, വലിയ ബിസിനസ്സുകാരനാണ്, വലിയ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ വിശ്വസ്തനായി. മാത്രമല്ല ഒരു ഘട്ടത്തിൽ ഇങ്ങനെ പ്രതിരോധ സഹമന്ത്രിയായി പോലും ബാത്ത് പാർട്ടി അവിടെ അധികാരത്തിൽ വന്നല്ലോ 63 അവർ പരിഗണിച്ചു. 3 വർഷം അവിടെ ചാരനായിരിക്കുമ്പോൾ സിറിയയിൽ നിന്ന് വലിയ സ്ഫോടനാത്മകമായ വിവരങ്ങളൊക്കെ ഇസ്രയേലിലേക്ക് കൊടുത്തുകൊണ്ടിരുന്നു. അതിലൊന്ന് 1964 സിറിയ ഇസ്രയേലിൽ നിന്നുള്ള വെള്ളം തിരിച്ചു വിടാനായിട്ട് ഒരു പദ്ധതി തയ്യാറാക്കി. ജോർദാൻ നദിയിലൊരു ചാനൽ ഉണ്ടാക്കിയിട്ട് ഇത് ഇസ്രയേലിൻ്റെ വെള്ളം തിരിച്ചു വിടാനാണ് പദ്ധതി തയ്യാറാക്കിയത്. അപ്പോൾ ഇത് അറിയിച്ചു കൊടുത്തു. കാരണം ഇദ്ദേഹത്തിന് എല്ലാവരും അറിയാം, ഈ വിവരങ്ങൾ അറിയാൻ രേഖകൾ കിട്ടും. അത് ഇസ്രയേലിന് കൊടുത്തു. ഇസ്രയേൽ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇസ്രയേൽ വ്യോമസേന ആ എക്യുപ്മെൻ്റ് ഉണ്ടല്ലോ, ഈ ഉപകരണങ്ങൾ തിരിച്ചുവിടാനുള്ള, അത് മുഴുവൻ ബോംബ് ചെയ്ത് നശിപ്പിച്ചു ഇസ്രയേൽ വ്യോമസേന. സിറിയയുടെ ഈ പട്ടാളക്കാർ അവരുടെ പ്രതിരോധ നിര ഗോലാൻ കുന്നുകളിൽ അക്കാലത്തുണ്ട്. അപ്പോൾ ഇങ്ങേര് ആ പ്രതിരോധ നിര മുഴുവൻ പോയി കണ്ടു. പട്ടാളത്തിലെ സ്വാധീനം കൊണ്ട് ഗോലാൻ കുന്നിലെ ഓരോ പട്ടാളക്കാരും ഒക്കെ താവളമടിച്ച് എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് കണ്ടു. എന്നിട്ട് എലി കോഹൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ വെറുതെ നിന്നാൽ പോരാ, നിങ്ങൾക്ക് ഈ തണലിന് ധാരാളം മരങ്ങൾ നടന്നത് നന്നായിരിക്കും. അപ്പോൾ അതിൻ്റെ ചുവട്ടിലൊക്കെ ആകുമ്പോൾ ഈ താവളത്തിനൊക്കെ നല്ല തണലുമൊക്കെ കിട്ടും. അങ്ങനെ മരങ്ങളൊക്കെ നട്ട് പെട്ടെന്ന് വളരുന്ന മരങ്ങളുമൊക്കെ വെച്ച് പിടിപ്പിച്ചു. അപ്പോൾ 1967 ഈ സിറിയക്കൊക്കെ എതിരെ 6 ദിവസത്തെ യുദ്ധം, 6 days വാർ എന്ന് പറയും. അത് ഇസ്രയേൽ നടത്തുമ്പോൾ അവർക്ക് ഇസ്രയേലിന് ബോംബിടാനായിട്ട്, ഈ സിറിയൻ താവളങ്ങളിൽ ബോംബിടാനായിട്ട് ഈ മരങ്ങൾ സഹായിച്ചു. കാരണം ഓരോ താവളമുള്ളിടത്തല്ലേ മരങ്ങൾ നടാൻ പറഞ്ഞത്. അങ്ങനെ 6 days വാർ ഇസ്രയേൽ ജയിച്ചു, എല്ലാം നാമാവശേഷമാക്കി. ഈ മരങ്ങളുടെ അവിടെ പോയിട്ടേ, മരങ്ങളൊക്കെ നിൽക്കുമ്പോൾ അവിടെ താവളം ഉണ്ടായതുകൊണ്ടാണല്ലോ, അവിടെയൊക്കെ പോയി ബോംബിട്ടാൽ മതിയല്ലോ. അങ്ങനെ ചെയ്തു. 1965 കോഹന് സിറിയൻ റഷ്യൻ സെക്യൂരിറ്റി ഇയാൾ എന്തൊക്കെയോ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അവർക്ക് സംശയമായി. എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂപ്പർ സെൻസിറ്റീവ് ഡിറ്റക്ഷൻ എക്യുപ്മെൻറ്റ് ഒക്കെ അവർ തയ്യാറാക്കി. ഒരു ദിവസം ഇവർ, ആ സമയത്ത് കോഹൻ ഇസ്രയേലിലൊന്ന് പോയി, 3ാമത്തെ കുഞ്ഞിനെ ഭാര്യ പ്രസവിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി പോയതാണ്. അപ്പോൾ അങ്ങേര് മറ്റേ ഇസ്രയേൽ അധികൃതരോട് പറഞ്ഞു, എന്നെ പിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ അവിടെ നടക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന ഇൻ്റലിജൻസ് മേധാവിക്കൊന്നും എന്നോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി എനിക്ക് പോകാൻ താല്പര്യമില്ല. 1963 ഈ സിറിയയുടെ ചാര സംഘടനയുടെ മേധാവി
കേണൽ അഹമ്മദ് സുഡാനി എന്ന് പറഞ്ഞൊരാളായിരുന്നു. ആ സുഡാനി പിടിക്കും എന്നൊരു സംശയം. സുഡാനിക്ക് ഇയാളെ തീരെ ബോധിച്ചില്ല, ആൾ ശരിയല്ല എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായി. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ പോയിരുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംശയമുള്ളത് കൊണ്ട് ഒരു ദിവസം റേഡിയോ സൈലൻസ് എന്ന് പ്രഖ്യാപിച്ചു. അതായത് ഒരു റേഡിയോ തരംഗവും സിറിയയിൽ ഉണ്ടാവില്ല, ഇവർ സന്ദേശങ്ങളൊന്നും അയക്കില്ല. ഭരണകൂടം തീരുമാനിച്ചു റേഡിയോ സൈലൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു റേഡിയോ തരംഗം ഉണ്ടാവില്ല, റേഡിയോകളൊന്നും പ്രവർത്തിക്കില്ല. അങ്ങനെ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ഒരു പ്രദേശത്ത് നിന്ന് റേഡിയോ സന്ദേശം പോകുന്നു. അങ്ങനെ ഈ ചാരമേധാവി അഹമ്മദ് സുഡാനി മറ്റേ പട്ടാളക്കാരും ഒക്കെ ആയിട്ട് അലി കോഹൻ്റെ താമസ സ്ഥലത്തേക്ക് ചെന്നു. അയാളെ പിടികൂടി. ഇയാളൊരു മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്രയേലിലേക്ക് കോഹനെ പിടികൂടിയത്. 1965 കോഹനെ അങ്ങനെ റഷ്യയുടെ സഹായത്തോടു കൂടിയാണ്, റഷ്യൻ സെക്യൂരിറ്റി ആളുകളും ഉണ്ടായിരുന്നു. വലിയ പീഡനങ്ങൾക്കൊക്കെ വിധേയനായി എലി കോഹൻ. എന്നിട്ട് വധശിക്ഷ, ഒരു നിഴൽ വിചാരണ എന്ന് പറയുമല്ലോ, വ്യാജ വിചാരണ, അങ്ങനെ നടത്തിയിട്ട് വധശിക്ഷയ്ക്ക് വിധിച്ചു. ഭാര്യയ്ക്കൊരു കത്തയക്കാൻ അനുവദിച്ചു. അതുപോലെ ഒരു ജൂത റബ്ബി എന്ന് പറഞ്ഞാൽ ജൂത പുരോഹിതൻ കാണണം എന്ന് പറഞ്ഞു. അവസാനത്തെ ആഗ്രഹങ്ങൾ അതും സമ്മതിച്ചു. എന്നിട്ട് ഈ സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസിലെ നഗര കേന്ദ്രത്തിൽ തന്നെ 10,000 പേര് നോക്കി നിൽക്കെ കോഹനെ തൂക്കിക്കൊന്നു. പരസ്യമായിട്ടായിരുന്നു. പരസ്യമായിട്ട് കോഹൻ തൂക്കിൽ ഇങ്ങനെ കിടക്കുന്ന ചിത്രം അവൈലബിളാണ്, ആളുകൾക്ക് നോക്കിയാൽ കിട്ടും. അദ്ദേഹത്തിനെ എവിടെയാണ് സംസ്കരിച്ചത്, കുഴിമാടം എവിടെയാണ് എന്നൊന്നും ഇപ്പോഴും അറിഞ്ഞുകൂടാ. അങ്ങനെ കുഴിമാടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭാവിയിൽ ഇത് വലിയ ആരാധനാ കേന്ദ്രമൊക്കെ ആവും. അതുകൊണ്ടാണ് ഇസ്രയേലിൽ എലി കോഹൻ വലിയ ഹീറോ ആണ്, വലിയ നായകനാണ് അവരുടെ. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒന്നിലധികം തെരുവുകൾ, റോഡുകൾ ഒക്കെ കോഹൻ്റെ പേരിൽ നമുക്ക് ഇസ്രയേലിൽ കാണാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹോദരനാണ് ഇസ്രയേലിലെ വലിയ എഴുത്തുകാരൻ സമി മൈക്കിളിൻ്റെ സഹോദരിയാണ് എലി കോഹൻ വിവാഹം ചെയ്തിരുന്നത്. അപ്പോൾ സിറിയയിൽ അത്യാവശ്യം സിറിയൻ ഭരണകൂടത്തിൻ്റെ സകല വിവരങ്ങളും ഇസ്രയേലിന് അന്ന് എലി കോഹൻ ഉള്ളിടത്തോളം കിട്ടിക്കൊണ്ടിരുന്നു. എത്രയും എളുപ്പം അദ്ദേഹം പറഞ്ഞത് തന്നെ കേട്ടിട്ട് അദ്ദേഹത്തിന് മാറ്റുകയായിരുന്നു ഭംഗി. പക്ഷെ ഒരു തവണയും കൂടി അവിടെ ചെല്ലു എന്ന് പറഞ്ഞിട്ടാണ് ഇസ്രയേലിൽ നിന്ന് അയച്ചത്. അത് അദ്ദേഹത്തിൻ്റെ അവസാന കാലവുമായി. എലി കോഹന് ഇസ്രയേലിന് മറക്കാൻ പറ്റില്ല. ആരെപ്പോലെ? നെതന്യാഹുവിൻ്റെ സഹോദരൻ യോനാഥനെ പോലെ ഒരു വീരപുരുഷനാണ് ഇസ്രയേലിൽ എലി കോഹൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.